ഹായ്, ഓണം എത്താറായില്ലേ? അപ്പം നമുക്ക് എല്ലാവർക്കും ഓണത്തിന് ഓണക്കോടിയുടെ ഒപ്പം ഇടാൻ പറ്റാവുന്ന ഒരു ജിമിക്കും കമ്മലായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് എന്തൊക്കെ വേണം? നമുക്ക് ഡാവണിയുടെ ഒപ്പം, സാരിയുടെ ഒപ്പം, അതുപോലെ സെറ്റ് മുണ്ടിൻ്റെ ഒപ്പം ഒക്കെ വിയർ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. വളരെ സിമ്പിളാണ്, എന്നാൽ ഹെവി ആയിട്ട് തോന്നും ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ഒരു മോഡലാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് എന്തൊക്കെ വേണം എന്ന് നോക്കാനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് ജിംക്കയുടെ മോൾഡാണ്. വളരെ റേറ്റ് കുറവാണ് കേട്ടോ. ഇതിന് പ്ലാസ്റ്റിക്കിൻ്റെയാണ്. പിന്നെ നമുക്ക് വേണ്ടത് ബോൾ ചെയിൻ, ഗോൾഡൻ കളർ ബോൾ ചെയിൻ. പിന്നെ ഇതാണ് പേൾ ചെയിൻ. പേൾ ചെയിൻ എന്ന് പറയുമ്പോൾ സ്റ്റോൺ പോലെ ഒട്ടിക്കുന്നതാണ്. ഇത് ബീഡ്സ് ക്യാപ്പാണ്. പിന്നെ നമ്മുടെ ബീഡ്, ഒരു ഓവൽ ഷേപ്പ് ബീഡ്. പിന്നെ നമ്മുടെ ഐ പിന്ന്, ഹെഡ് പിന്ന്, സൈഡ് റിങ് ഞാൻ കാണിക്കുന്നുണ്ട്, പക്ഷെ ഞാനത് എടുത്തിട്ടില്ല. പിന്നെ നമ്മുടെ ഒരു സ്റ്റോൺ ആണ് വേണ്ടത്. ഇത്ര ഐറ്റംസ് ആണ് വേണ്ടത്. ഇനി നമ്മുടെ മോൾഡിലേക്ക് നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഒരു ഓർഡറിൽ ഒട്ടിച്ചെടുക്കണം, അത്രേ ഉള്ളൂ, വേറെ പണിയൊന്നുമില്ല. അപ്പോൾ നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെയാണ്. ഇതിൽ വേണമെങ്കിൽ നമുക്ക് സിൽക്ക് ത്രെഡ് ചുറ്റിയിട്ട് ചെയ്യാം കേട്ടോ. അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. സിൽക്ക് ത്രെഡ് ഒന്നും ചുറ്റാതെ ജസ്റ്റ് നമ്മുടെ മോൾഡിലേക്ക് എങ്ങനെ ഒട്ടിച്ചെടുക്കുന്നു എന്നാണ്. അപ്പോൾ ഏറ്റവും അടിയിലെ ലെവലിൽ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ ബോൾ ചെയിൻ, ബീഡ് ചെയിൻ ആദ്യം ഒട്ടിച്ചു കൊടുക്കുകയാണ്. ആ വൈറ്റ് ബീഡിൻ്റെ ചെയിനാണ് ആദ്യം ഒട്ടിച്ചു കൊടുക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള ലെങ്ത് എടുത്തിട്ട് ബാക്കി നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, കറക്റ്റ് ആയിരിക്കണം, അപ്പോഴേ അത് നിൽക്കുള്ളൂ, ലെവലിൽ നിൽക്കുള്ളൂ. ജസ്റ്റ് ഒന്ന് ബീഡുകളൊന്ന് അടുപ്പിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് അതിലൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഗോൾഡൻ ബീഡ് ചെയിൻ ഒട്ടിച്ചു കൊടുക്കണം. ഇതിപ്പോൾ ഗോൾഡൻ ബീഡ് അല്ലെങ്കിൽ നമ്മുടെ വൈറ്റ് അല്ലാതെ നമുക്ക് കളർ ചെയിൻ ഉണ്ടല്ലോ, സ്റ്റോണുകൾ, അപ്പോൾ അത് ഒട്ടിച്ച് കൊടുത്ത് നമുക്ക് കളർ ഡ്രസ്സിന് മാച്ച് ചെയ്തൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ സെറ്റ് മുണ്ടിയൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ ബ്ലൗസിന് മാച്ച് ചെയ്ത കളർ വെച്ചിട്ട് നമുക്ക് സ്റ്റോൺ ചെയിൻ ഒട്ടിച്ച് കൊടുത്ത് അങ്ങനെയും ചെയ്യാം. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒരു വൈറ്റ് ബീഡും ഗോൾഡൻ ബീഡ് ചെയിനും വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. നമ്മുടെ ഇഷ്ടത്തിന് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ആ ഫൈനൽ ലുക്ക് കാണുമ്പോൾ അറിയാം, നല്ല ഭംഗിയാണ് കേട്ടോ. നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. ജുംക്കാസൊക്കെ നമ്മളിപ്പോൾ ഓൺലൈനിൽ നിന്നായാലും അല്ലെങ്കിൽ ഷോപ്പിൽ നിന്നായാലും വാങ്ങിക്കുമ്പോൾ ഒക്കെ നല്ല റേറ്റ് വരുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾക്ക് ഈ മോൾഡൊക്കെ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് അധികം റേറ്റ് വരുന്നില്ല. ഇതിവിടെ ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് കാണിക്കുന്നത്. നമുക്കിതിൻ്റെ മുകളിൽ സിൽക്ക് ത്രെഡൊക്കെ ചുറ്റി ചെയ്യാം. അതൊക്കെ തുടക്കക്കാർക്ക് കുറച്ച് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് ഒന്ന് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം അത് ചെയ്യായിരിക്കും എളുപ്പം. അപ്പോൾ ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ടൊരു മോഡലാണ് കാണിക്കുന്നത്. ഇത് നമ്മൾ ഒന്നിടവിട്ട് ബോൾ ചെയിനും പേൾ ചെയിനും ഒട്ടിച്ചതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് വരെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. ആ ഹോള് പുറത്തേക്ക് കാണുന്ന രീതിയിൽ ഒട്ടിച്ചു കൊടുക്കണം. ഏറ്റവും ലാസ്റ്റ് ഇതുപോലെ നമ്മുടെ ബോൾ ചെയിനും കൂടി ഒട്ടിച്ച് നമുക്കിത് ഫിനിഷ് ചെയ്തെടുക്കാം. ഇതുപോലെ വേണം. നമ്മുടെ മോൾഡ് കാണാത്ത രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഇതിന് ശേഷം നമ്മുടെ ബീഡ് ക്യാപ്പ് ഉണ്ടല്ലോ, നമ്മളത് അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഇത് ഒട്ടിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. ബീഡ് ക്യാപ്പ് അതിൽ ഒട്ടിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ഹോള് നമ്മൾക്ക് അങ്ങനെ കാണാൻ പറ്റില്ല. അപ്പോൾ നല്ലൊരു ഫിനിഷിങ് ആയി. രണ്ടും ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള ഹാങ്ങിങ്സും നമ്മുടെ സ്റ്റഡും ചെയ്തെടുക്കണം. ഹാങ്ങിങ് ചെയ്യാനായിട്ട് ഞാൻ ആ ഓവൽ ഷേപ്പുള്ള വൈറ്റ് ബീഡ് നമ്മുടെ ഐ പിന്നിലൂടെ കോർത്തതിന് ശേഷം ബാലൻസ് കട്ട് ചെയ്ത് മാറ്റുക. അതിന് ശേഷം നമ്മൾ അവിടെ ഒരു ഹുക്ക് പോലെ ക്രിയേറ്റ് ചെയ്യാം. ഇതൊക്കെ ഞാൻ മുമ്പ് ഉള്ള വീഡിയോസിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് പോയി വാച്ച് ചെയ്യുക. ഇതുപോലെ ഒന്ന് വളച്ച് ജസ്റ്റ് ഒന്ന് തിരിച്ചിങ്ങോട്ട് വളച്ച് ചെയ്യുമ്പോൾ അവിടെ ഒരു ഹുക്ക് പോലെയാവും. ഇനി നമ്മുടെ ഹെഡ് പിൻ എടുത്തിട്ട് നമ്മൾ അതിലൂടെ കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ കോർത്ത് അവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ ഹെഡ് പിന്നിലൂടെ നമുക്കൊരു ഗോൾഡൻ കളർ ബീഡ് കോർത്തിട്ട് അത് നമ്മുടെ ജുംക്കയുടെ ഉള്ളിലൂടെ കോർത്തെടുക്കണം. അപ്പോഴാണ് ആ ഹാങ്ങിങ് അവിടെ കറക്റ്റായിട്ട് കിടക്കുക. ഇതുപോലൊരു ഗോൾഡൻ കളർ ബീഡ് എടുത്തിട്ട് നമ്മുടെ ഹെഡ് പിന്നിലൂടെ കോർത്ത് നമുക്കിനി ഇത് ജുംക്കയുടെ ഉള്ളിലൂടെ പുറത്തേക്ക് കോർത്തെടുക്കാം. ഇതിൽ ഇത്ര നീളം വേണ്ട, അപ്പോൾ ബാലൻസ് ഉള്ളത് കട്ട് ചെയ്ത് മാറ്റുക. കമ്പി കട്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ചിട്ടില്ല. നമുക്ക് എത്ര നീളം വേണോ അതിനനുസരിച്ച് നമ്മുടെ അത് കട്ട് ചെയ്ത് മാറ്റാം. അതിന് ശേഷം നമുക്ക് നമ്മുടെ ഒരു ഗോൾഡൻ ബീഡും കൂടി അതിൻ്റെ മുകളിലൂടെ ഇട്ട് കൊടുക്കാം. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് വളച്ച് ഒരു ഹുക്ക് പോലെ എടുക്കണം. നമ്മുടെ സ്റ്റഡ് അതിലൂടെ ഹാങ് ചെയ്തിടാനായിട്ടാണ്. ഇതുപോലെ റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും ഇതുപോലെ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ഹുക്ക് ക്രിയേറ്റ് ചെയ്യും. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണ്ട. നമ്മുടെ സ്റ്റഡ് ചെയ്തിട്ട് നമുക്ക് ഇതിലൂടെ ഹാങ് ചെയ്തിടേണ്ടതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുത്താൽ മതി.
ഇതുപോലെ രണ്ടും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റഡ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ടാണ് കേട്ടോ സ്റ്റഡ് ചെയ്യുന്നത്. ഞാനിവിടെ ബാക്ക് സ്ട്രീറ്റിൽ തന്നെയാണ് ചെയ്യുന്നത്. അതിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ സ്റ്റോൺ ഉണ്ടല്ലോ, ഞാൻ ആദ്യം കാണിച്ച ആ സ്റ്റോൺ സെൻറ്ററിലൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ ബോൾ ചെയിൻ ഒട്ടിച്ചെടുക്കുക, പിന്നെ പേൾ ചെയിൻ ഒട്ടിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടാണ് സ്റ്റഡ് ചെയ്തിരിക്കുന്നത്. ഇതിന് മാച്ചായിട്ട് ചെയ്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഇതുപോലെ പേൾ ഒട്ടിക്കുക, സോറി പേളല്ല, ബോൾ ചെയിൻ ഒട്ടിക്കുക, ഗോൾഡൻ കളർ ബോൾ ചെയിൻ ഒട്ടിക്കുക, പിന്നെ നമ്മുടെ പേൾ ചെയിൻ ഒട്ടിക്കുക. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള ജ്വല്ലറി മേക്കിംഗ് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പോയി ഒന്ന് വാച്ച് ചെയ്യുക. അതുപോലെ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ നമ്മുടെ ബോൾ ചെയിൻ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് അടുപ്പിച്ച് കൊടുത്താൽ നമുക്കതവിടെ കറക്റ്റായിട്ട് കിട്ടും. കറക്റ്റ് സൈസ് നോക്കിയിട്ട് ഒട്ടിക്കുക. ഇനി നമ്മൾക്ക് പേൾ ചെയിനും കൂടി ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ബിഗിനേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നത്. ആദ്യമായിട്ട് കാണുന്നവർക്ക് പെട്ടെന്ന് നമുക്ക് എല്ലാം അങ്ങോട്ട് മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ അവർ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം, എങ്കിലേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. ഇനി നമ്മുടെ പേൾ ചെയിനും ഇതുപോലെ തന്നെ നമുക്ക് ഒട്ടിച്ചെടുക്കാം. അത് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് തന്നെ ഒട്ടിക്കുക. സ്ട്രെയിറ്റ് അല്ല, സോറി, ഇതുപോലെ നേരെ വെച്ചിട്ട് ഒട്ടിക്കുക. ചിരിച്ച് വെച്ച് ഒട്ടിക്കരുത്, അപ്പോൾ നമ്മുടെ ബോൾസ് കാണില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം ഒട്ടിച്ചപ്പോൾ കണ്ടത് ചിരിഞ്ഞു പോയി. അപ്പോൾ അത് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് വയ്ക്കുമ്പോൾ പെട്ടെന്ന് അത് അവിടെ സ്റ്റിക്കായി പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മളതൊന്ന് നേരെ വെച്ചിട്ട് ഒട്ടിക്കണം. ഞാൻ അപ്പോൾ അതിൽ കാണിക്കാം. ഇതുപോലെ വെച്ചിട്ട് പേൾ ചെയിൻ ഒട്ടിച്ച് കൊടുക്കണം, എങ്കിലേ അതിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് കിട്ടുള്ളൂ. ഇതുപോലെ ഒന്ന് ഒട്ടിച്ചിട്ട് നമുക്കിതിനൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇതാണ് നമ്മുടെ കമ്മലിൻ്റെ ഒരു മോഡൽ വരുന്നത്. ഇനി നമുക്കിതിൽ ബാക്കിൽ ഹെഡ് പിന്നൊന്ന് ഒട്ടിച്ചെടുക്കണം, നമ്മുടെ സ്റ്റഡ് ബേസ് ഒട്ടിച്ചെടുക്കണം. ഇത്രയുള്ളൂ. രണ്ടും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിലായിട്ട് ഹെഡ് പിന്ന് ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ജുമുക്ക ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊന്ന് കറക്റ്റ് സൈസിന് കട്ട് ചെയ്തിട്ട് നമ്മുടെ ഹെഡ് പിന്ന് ഇതിൽ ഒട്ടിച്ച് കൊടുക്കണം. അതിന് ശേഷം അതേ ഒരു പീസ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ച് കൊടുക്കാം. ഇതുപോലെ ഹാങ് ചെയ്തിടാനായിട്ട് ഇതിനുപോലെ ഒരു പീസ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്, അത് വിട്ടു പോകാതിരിക്കാനാണ്. ഇനി ഇതിൻ്റെ മുകളിൽ വേണം നമ്മുടെ ബേസ് ഒട്ടിച്ച് കൊടുക്കാൻ, നമ്മുടെ സ്റ്റഡിൻ്റെ ബേസ് ഒട്ടിച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ അതവിടെ നന്നായിട്ട് ഫിക്സ് ചെയ്തിരുന്നോളും. ഇനി നമ്മുടെ സ്റ്റഡ് ബേസ് ഇതുപോലെ തന്നെ ഒരു പീസ് ബാക്ക് ഷീറ്റിൽ ഇതുപോലെ ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് അത് നമ്മുടെ ഈ സ്റ്റഡിൻ്റെ ബാക്കിലായിട്ട് ഒട്ടിക്കുക. അപ്പോൾ പിന്നെ ഒട്ടും വിട്ടുപോയില്ല. സ്റ്റഡ് ബേസ് മാത്രമായിട്ട് ഒട്ടിക്കുന്നതിലും കുറച്ചും കൂടി സെക്യൂറായിട്ട് ഇരിക്കുക ഇതുപോലെ ചെയ്യുന്നതാണ് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഒരു പീസ് എടുത്തിട്ട് നമ്മുടെ സ്റ്റഡ് ബേസ് അതിലൂടെ ഒന്ന് കോർത്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഇതിൻ്റെ ബാക്കിൽ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് അവിടെ ഉറച്ചിരുന്നോളും. നമ്മുടെ സ്റ്റഡിൻ്റെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ ജുംക്കയുടെ ആ ഒരു ഹെഡ് പിന്നിൻ്റെ ആ ഒരു കൊളുത്ത് നമ്മളൊന്ന് അകത്തിയതിന് ശേഷം നമ്മുടെ സ്റ്റഡ് അതിലൂടെ കോർത്തിട്ടിട്ട് നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കമ്മൽ റെഡിയായി കഴിഞ്ഞു. നമുക്കിതിൻ്റെ ഫൈനൽ ലുക്കൊന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. രണ്ട് കമ്മലും ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. രണ്ടും ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓണത്തിനെ വരവേൽക്കാനായിട്ട് നമുക്ക് ഈ ജുംക്കയിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി പുതിയൊരു ഐറ്റമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.